ഹായ്. ഇന്ന് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ ഷൂട്ട് ചെയ്തായിരുന്നു, പക്ഷെ അത് അപ്ലോഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. കാരണം ഇപ്പം ഇറാൻ, ഇസ്രായേൽ, പിന്നെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ബോംബ് പൊട്ടുന്നു, മിസൈൽ പൊട്ടിക്കുന്നു, കുറേ പേര് മരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വെറുതെ വേറൊരു വീഡിയോ ഇടണ്ട എന്ന് വിചാരിച്ചു. ഡേ ഇൻ മൈ ലൈഫ് ആണല്ലോ നമ്മുടെ കണ്ടന്റ്. എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ, പല മാധ്യമങ്ങളും, ഒന്നിൻ്റെയും പേരെടുത്ത് പറഞ്ഞാൽ എല്ലാം ഏകദേശം കണക്കാണ്. പൊലിപ്പിച്ച് പറയുന്ന സ്വഭാവം, 1 2 ആക്കി 2 3 ആക്കി 3 4 ആക്കി പൊലിപ്പിച്ച് പറയുന്ന സ്വഭാവം നിർത്തണം. കാരണം വേറൊന്നുമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ കിടക്കുന്ന പ്രവാസികളായിട്ടുള്ളവരുടെ ഭാര്യമാർ, മക്കൾ ഒക്കെ നാട്ടിലുള്ളതാണ്. അവരെല്ലാവരും ഇത് കണ്ട് പാനിക്കാവും, പേടിക്കും. ഉദാഹരണത്തിന് എൻ്റെ അച്ഛൻ ഖത്തറിലാണ്. ഖത്തറിൽ മറ്റേ മിസൈൽ വന്നു, അവിടെ മിസൈലിട്ടു, ഇവിടെ മിസൈലിട്ടു, അല്ലെങ്കിൽ ബഹ്റൈനിൽ മിസൈലിട്ടു, കുവൈറ്റിൽ മിസൈലിട്ടു എന്നൊക്കെ പറഞ്ഞ് ഉള്ളതും ഇല്ലത്തും ഒക്കെ പറഞ്ഞ് പോലിപ്പിച്ചങ്ങ് പിടിപ്പിക്കുകയാണ്. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ആർക്ക് എന്ത് നേട്ടം? നിങ്ങൾക്ക് കുറേ റീച്ച് കിട്ടുമായിരിക്കും, നിങ്ങളെ കുറേ ആൾക്കാർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും, പക്ഷെ അതുകൊണ്ട് എന്ത് ഗുണം? എത്രയോ പേരുടെ കുടുംബങ്ങൾ ഇത് കണ്ട് ടെൻഷൻ ആവുന്നുണ്ടെന്നറിയാവോ? ഇത് കാണുമ്പോൾ നമ്മൾ അപ്പാപ്പ വിളിക്കും, അച്ഛാ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലടാ, കുഴപ്പമൊന്നുമില്ല, സേഫാണ്. അത് ഈ വാർത്തകൾ കാണുന്ന പോലെ അല്ല പ്രശ്നം, അത്ര വലിയ ഭീകരമല്ല എന്ന് പറയുമ്പോഴാണ് നമുക്കൊരു സമാധാനം വന്നത്. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ പടച്ചു വിടുന്നത്? ഇവിടെ ന്യൂസ് വാല്യൂ ഉള്ളതൊന്നും കിട്ടാത്തതുകൊണ്ടാണോ മറ്റേ ഓരോ കാര്യങ്ങൾ ഉള്ളതും ഇല്ലാത്തതും ഇങ്ങനെ പൊലിപ്പിച്ച് പറയുന്നത്? അത് കാരണം ഇവിടെ വീട്ടിലിരിക്കുന്നവർക്ക് എത്രമാത്രം ടെൻഷനാണെന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? ഇവിടെ വീട്ടിലിരിക്കുന്നവരുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? ഈ പറയുന്ന ന്യൂസ് വായിക്കുന്നവരുടെ, ന്യൂസ് പടച്ചു വിടുന്നവരുടെ വീട്ടിലുള്ള ആരെങ്കിലും ഈ പറയുന്ന സ്ഥലങ്ങളിലുണ്ടെങ്കിൽ അവർക്കേ മനസ്സിലാവുള്ളൂ ഇതിൻ്റെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത്. എന്നെ പോലെ പ്രവാസികളായിട്ടുള്ള മക്കൾക്ക് വേണ്ടിയിട്ടും ഭാര്യമാർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇപ്പം ഈ സംസാരിക്കുന്നത്. ഒരിക്കലും ചെയ്യരുത്, നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് ഇപ്പം ഈ പരിപാടി. ഒരിക്കലും ആരോടും ഇങ്ങനത്തെ പരിപാടി കാണിക്കരുത്. എന്ത് മോശമാണെന്നറിയോ? നമ്മളൊക്കെ ഇത് കാണുമ്പോൾ ടെൻഷൻ ആവുകയാണ്. ദൈവമേ, അച്ഛൻ അവിടെ എന്തെങ്കിലും പറ്റുമോ, അച്ഛൻ ഇരിക്കുന്ന സ്ഥലം സേഫ് ആണോ എന്നൊക്കെ നമ്മളിങ്ങനെ ടെൻഷൻ ആവുകയാണ്. ഈ ഖത്തർ പോലെ തന്നെയല്ലേ മറ്റെല്ലാ രാജ്യങ്ങളും? സംഭവിച്ചത് പോലെ പറ, നോ പ്രോബ്ലം. നിങ്ങളിതിങ്ങനെ 1 2 3 4 ഇങ്ങനെ പൊലിപ്പിച്ച് പറയല്ലേ ദയവ് ചെയ്തിട്ട്. കാരണം അത് കാണുമ്പോൾ നമ്മളുടെയൊക്കെ നെഞ്ച് പെടയാണ്. അതുകൊണ്ട് പറയണതാ. ഇത് എന്നെ കേൾക്കുന്ന പ്രവാസികളായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും, അവരുടെ മക്കളാണെങ്കിൽ മക്കൾ, ഭാര്യമാരുടെ അവർക്കും മനസ്സിലാവും ഞാൻ ഈ പറയുന്ന എന്തിൻ്റെ പേരിലാന്നുള്ളത്. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് പറയരുത്. പിന്നെ വാർത്ത കാണുന്നവരായാലും അതങ്ങനെ തന്നെ വിഴുങ്ങാനും നിൽക്കണ്ട. അത് കേട്ട് ടെൻഷനായിട്ട് പിന്നെ പാനിക്കായിട്ട് നിങ്ങൾ നിൽക്കേണ്ട ഒരു കാര്യമില്ല. അത്ര പ്രശ്നമില്ല. ഉണ്ടാവും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും നമ്മൾ ഈ വാർത്തയിൽ കാണുന്ന അത്രയും പ്രശ്നം എന്തായാലും ഇല്ല. നമ്മുടെ പ്രിയപ്പെട്ടവരെ വിളിച്ച് അവർ സേഫാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴും നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഈ വാർത്തയും കണ്ടുകൊണ്ടിരിക്കുകയും വേണ്ട. എന്തെങ്കിലും ഉണ്ട് അവർ അവിടെ നിന്ന് പറഞ്ഞോളൂല്ലോ. വെറുതെ വാർത്ത കണ്ട് നമ്മളുള്ള സമാധാനം കളഞ്ഞ് നമ്മുടെ ബിപിയും കൂട്ടി നമ്മൾ ടെൻഷനുമായിട്ട് നമ്മൾ ഉറക്കവും കളഞ്ഞ് നിൽക്കണ്ട. ശരിയാണ്, കുറച്ച് പാനിക് സിറ്റുവേഷനാണ്, അത് എനിക്കറിയാം. എന്നാൽ പോലും ഈ വാർത്തയിൽ കാണുന്നത് പോലെ ഹറിബറി സിറ്റുവേഷൻ അല്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും ചുമ്മാ ടെൻഷനാവണ്ട. എൻ്റെ അച്ഛനും ഖത്തറിലുള്ളതാണ്, എനിക്കും എല്ലാവരുടെയും മാനസികാവസ്ഥ മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നാളെ കാണാം, നാളത്തെ വിശേഷങ്ങളായിട്ട്.